يشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ما سلككم في سقر قالوا لم نك من المصلين സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിനായി യമനിലേക്ക് അയക്കുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് നിർവഹിക്കാനുള്ള ദൗത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നീ അവരെ ക്ഷണിക്കേണ്ടത് അവർ സാക്ഷ്യപ്പെടുത്താനാണ് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും സാക്ഷ്യപ്പെടുത്താനാണ് അവരെ ക്ഷണിക്കേണ്ടത്. അഥവാ തൗഹീദിലേക്കാണ് അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത്. ഫഇൻഹും അത്വഅു, ഇനി അവർ അത് അനുസരിക്കുകയാണ് എങ്കിൽ ലക ബിദാലിക്, നീ ആ പറഞ്ഞതിനെ അവർ അംഗീകരിക്കുകയും അവർ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫർള അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. പിന്നെ അവരോട് പറയേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. രാത്രിയും പകലിലുമായി 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരോട് പറയണം. ഈ ഹദീസ് തുടർന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ ആദ്യ ഭാഗം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഷഹാദത്ത് എന്നത് ഒരു വിശ്വാസി ഷഹാദത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർബന്ധ ബാധ്യതയായി, കടമയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്കറിയുന്നത് പോലെ നമസ്കാരത്തെയാണ്. ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്,
ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസികൾക്ക് അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹിദായത്ത്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഅ്മിനുകളായി ഹിദായത്തിൻ്റെ ഉടമകളായി വന്ന ആളുകളാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ട നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ ആ ഹിദായത്തിനെ പ്രഖ്യാപിക്കുകയാണ് ഷഹാദത്തിലൂടെ ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് ആ വലിയ അനുഗ്രഹം അള്ളാഹു കനിഞ്ഞരുളി നൽകിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നമ്മുടെ ബാധ്യതയായ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ ഗൗരവം നമ്മൾ നൽകേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ്, ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ് പ്രവാചകരെ എന്ന് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഖാല അസ്സലാത്തു അലാ വക്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതല്ല, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരു സമുദായത്തെക്കുറിച്ച്, ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പറഞ്ഞു. 19-ാം അധ്യായം സൂറത്തുൽ മറിയമിലെ 59-ാമത്തെ വചനം. അതിനു മുൻപുള്ള വചനങ്ങളിൽ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച പ്രവാചകന്മാരെക്കുറിച്ച്, അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച്, അവർ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പറഞ്ഞു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം അവരുടെ പിൻഗാമികളായി കുറേയേറെ ആളുകൾ വന്നു. അവർ നമസ്കാരത്തെ പാഴാക്കിയവരാണ്. അവർ അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റിയവരാണ്. ദേഹേച്ഛകളെ പിൻപറ്റിയാൽ മതി, ആദ്യം ഒഴിവാകുന്നത് അവരുടെ നമസ്കാരമായിരിക്കും. ഫസൗഫ യൽഖൗന ഗയ്യ, ആ വിഭാഗം ആളുകൾക്ക് ഗയ്യിനെ പുൽകേണ്ടി വരും എന്ന്. ഗയ്യ് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിച്ചത് അത് നരകത്തിലെ ഒരു താഴ്വരയാണ്. ആ താഴ്വരയിലേക്ക് അവൻ പ്രവേശിപ്പിക്കപ്പെടുമെന്ന്. നമ്മൾ ഭയപ്പെടേണ്ടുന്ന കാര്യം എന്താണെന്നറിയോ? ആ പിൻഗാമികൾ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമസ്കാരം പാഴാക്കി കളഞ്ഞ പിൻഗാമികളുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ ഒന്ന് ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ട മറ്റൊന്ന്, നമസ്കാരത്തോട് നമുക്കുള്ള സമീപനം എന്താണ് എന്ന്. നമുക്കേറെ ബോധ്യമുള്ളൊരു ഹദീസുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന അവ്വല മാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹിം അസ്സലാ, പരലോകത്ത് ആദ്യം മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്നത്, അവൻ്റെ കർമ്മങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരത്തെക്കുറിച്ചാണ്. അത് ശരിയായാൽ മാത്രമാണ് മറ്റുള്ള കർമ്മങ്ങൾ അവൻ്റേത് പരിഗണിക്കുക, അല്ല എങ്കിൽ അതിൽ നിന്ന് റബ്ബ് തിരിഞ്ഞു കളയും എന്ന് മറ്റു ഹദീസുകളിൽ, അതിൻ്റെ കൗലുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം, അന്നഹു ദക്കറ സ്വലാത യൗമൻ ബൈന അസ്ഹാബിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാർക്ക് ഒരിക്കൽ നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഫഖാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ, ആരെങ്കിലും ആ നമസ്കാരത്തെ സംരക്ഷിക്കുകയാണ് എങ്കിൽ, ആരെങ്കിലും ആ നമസ്കാരം മുറപ്രകാരം അതിൻ്റെ വക്തിന്, സമയത്തിന് നിർവഹിക്കുകയാണ് എങ്കിൽ, ആ നമസ്കാരം അവൻ്റെ ജീവിതത്തിൽ അവൻ നിലനിർത്തുകയാണ് എങ്കിൽ, കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ, അവന് ഒരു പ്രകാശമായി ഈ നമസ്കാരം മാറും. വ ബുർഹാനൻ, അവന് സാക്ഷ്യം പറയുന്ന, അവൻ്റെ തെളിവായി ഈ നമസ്കാരം മാറും. വ നജാതൻ, അവനുള്ള വിജയമായി ഈ നമസ്കാരം മാറും യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നമസ്കാരത്തെ സംരക്ഷിക്കുകയാണെങ്കിൽ, സൂക്ഷിക്കുകയാണെങ്കിൽ, മുറപ്രകാരം സമയത്തിന് അത് നിർവഹിക്കുകയാണ് എങ്കിൽ, അത് പരലോകത്ത് നിങ്ങൾക്ക് 3 ഗുണങ്ങളാണ് നൽകുക. നിങ്ങളെ തിരിച്ചറിയും അവിടെ പ്രകാശം കൊണ്ട് എന്ന്. എന്നിട്ട് പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, വമൻ ലം യുഹാഫിള അലൈഹ,
എന്നാൽ ആരെങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നില്ല എങ്കിൽ, അവൻ അതിനെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ, ലം യകുൻ ലഹു നൂറൻ, അവനൊരു പ്രകാശം ഉണ്ടാവില്ല, വലാ ബുർഹാനൻ, അവനൊരു തെളിവും അവിടെ ഉണ്ടാവില്ല, വലാ നജാത്ത്, അവന് വിജയവും നാളെ പരലോകത്ത് ലഭിക്കുകയില്ല. അവസാനിപ്പിച്ചില്ല, തുടർന്ന് പറഞ്ഞത് വഹുശിറ യൗമൽ ഖിയാമത്തി മഅ ഫിർഔൻ വഹാമാൻ വഖാറൂൻ വഉബയ്യ് ഇബ്നു ഖലഫ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ആരാണ്? ഞാനും നിങ്ങളും ആരാണ്? മുസ്ലിങ്ങളാണ്, മുസ്ലിം പേരുള്ളവരാണ്, ആ പേരിൽ അഭിമാനിക്കുന്നവരാണ്, അഹങ്കരിക്കുന്നവരുമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താണെന്നറിയോ? വഹുശിറ യൗമൽ ഖിയാമ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്ത ആളുകളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മഅ ഫിർഔൻ, ഫിർഔനിന്റെ കൂടെയാണ്. ആരാ ഫിർഔൻ? ചരിത്രം പറയേണ്ടതില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആളാണ് ഫിർഔൻ. വഹാമാൻ, ആ ഫിർഔനിന്റെ വസീറാണ് ഹാമാൻ. വഖാറൂൻ, സമ്പത്തിൽ അഹങ്കരിച്ച, അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞ നിഷേധിയായ മനുഷ്യനാണ് ഹാമാൻ. ഉബയ്യ് ഇബ്നു ഖലഫ്, അതിൽ നമുക്ക് സുപരിചിതമല്ലാത്തൊരു പേര് ഉബയ്യ് ഇബ്നു ഖലഫ് മാത്രമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകന്റെ ദഅവത്തിനോട് ഇത്രയേറെ ശത്രുത വെച്ച് പുലർത്തിയ ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം കൊണ്ട് ഒരാൾ വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉഹ്ദ് യുദ്ധത്തിൽ, അത് ഉബയ്യ് ഇബ്നു ഖലഫ് മാത്രമാണ്. അത്രയും നിന്ദ്യനായ ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെ ഒക്കെ കൂടെയായിരിക്കും നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. എങ്ങനെയല്ല എങ്കിൽ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് സൂക്ഷ്മത പുലർത്തുന്നവരല്ല എങ്കിൽ. നമ്മൾ ആലോചിക്കണ്ടേ സഹോദരന്മാരെ, ആരോടൊപ്പം ഒരുമിച്ച് കൂട്ടണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ. പക്ഷേ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എങ്കിൽ നമ്മുടെ സഹചാരികൾ നാളെ പരലോകത്ത് ഫിർഔനും ഹാമാനും ഖാറൂനും ഉബയ്യ് ഇബ്നു ഖലഫും ഒക്കെ ആയിരിക്കും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്വല, നമുക്കും അവർക്കും ഇടയിലുള്ള കരാർ എന്ന് പറയുന്നത് സ്വലാത്താണ്, നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി, ഫഖദ് കഫറ. സഹോദരന്മാരെ, ഈ ഹദീസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ കാഫിറാകുമെങ്കിൽ അത് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ മാത്രമാണ്. നോമ്പ് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാവില്ല. എന്നാൽ റമദാനിൽ അങ്ങനെ ഒരു നോമ്പേ ഇല്ല എന്ന് ആരെങ്കിലും റമദാനിലെ നോമ്പിനെ നിഷേധിക്കുകയാണ് എങ്കിൽ അവൻ കാഫിറാവും. സക്കാത്ത് നിഷേധിച്ചാലേ കാഫിറാകുള്ളൂ. അവൻ്റെ മടി കൊണ്ട്, അവൻ്റെ ലുബ്ധ് കൊണ്ട്, പിശുക്കുകൊണ്ട് അവൻ പൈസ കൊടുക്കണില്ല എങ്കിൽ, സക്കാത്ത് ഉണ്ട് എന്നൊക്കെ അറിയാം പക്ഷെ പൈസ കൊടുക്കൂല എങ്കിലും അവൻ കാഫിറാവില്ല. പക്ഷേ നമസ്കാരത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടുന്നത്, നമസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കാഫിറായി പോകും. കാഫിറായി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യസാക്ഷ്യമുണ്ടല്ലോ, ആ ഷഹാദത്ത്, അതാ നഷ്ടപ്പെടുക. നമസ്കാരമല്ല നഷ്ടപ്പെടുന്നത്. എന്താ നഷ്ടപ്പെടുന്നത്? ആദ്യത്തെ ഷഹാദത്താണ് നഷ്ടപ്പെടുന്നത്. എന്തിനെയാണ് കാഫിർ നിഷേധിക്കുന്നത്? കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി എന്നാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും നിഷേധിക്കുന്നവനാണ് എന്നാണ്. ആ വകുപ്പിലേക്കാണ് സഹോദരന്മാരെ നമ്മൾ പെട്ടുപോകുക. അതുകൊണ്ട് ശ്രദ്ധ പുലർത്തണം. എപ്പോഴാണ് നമസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പുള്ളത്? നിങ്ങൾ രോഗിയായാൽ നമസ്കരിക്കണ്ടേ? നമസ്കരിക്കണം. നിങ്ങൾ യാത്രയിലായാൽ നമസ്കരിക്കണ്ടേ? നമസ്കരിക്കണം. നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമസ്കരിക്കണ്ടേ? നമസ്കരിക്കണം. എവിടെയാണ് നമസ്കാരത്തിന് ഒരു ഒഴിവുള്ളത്? നിങ്ങൾ കിടപ്പ് രോഗിയാണ് എന്ന് വിചാരിക്കുക. എപ്പോഴും നജസാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുക. നജസിൽ നിന്ന് മുക്തമാകുക എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ്. പക്ഷെ നിങ്ങൾക്ക് ആ നജസിൽ നിന്ന് മുക്തമാകാൻ നിങ്ങളെ സഹായിക്കാനോ വുളു ചെയ്യാനോ ആരുമില്ല എങ്കിൽ നമസ്കരിക്കണ്ടേ? നമസ്കരിക്കണം. ആ കുറവ് റബ്ബ് പരിഹരിച്ച് നിങ്ങളുടെ നമസ്കാരത്തെ സ്വീകരിക്കും.
നമസ്കരിക്കാതിരിക്കാൻ പാടില്ല. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഔറത്ത് മറക്കാനുള്ള വസ്ത്രമില്ല എന്ന് വിചാരിക്കുക. അതിന് മതിയായ വസ്ത്രമില്ല, നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരാണ്. മുട്ടുപൊക്കിളിനിടയിലുള്ള നിങ്ങളുടെ ഔറത്ത് മറക്കാൻ പാകമായ വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതും ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ്. അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമസ്കരിക്കണ്ടേ? നമസ്കരിക്കണം. അതുകൊണ്ട് നമസ്കാരത്തിന് ഒഴിവുണ്ടാകുന്ന രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ബുദ്ധി ഇല്ലാണ്ടാവുക എന്നുള്ളതാണ്. പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധിക്ക് പോരായ്മകളുള്ള ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. രണ്ടാമത്തത് മരണമടയുക എന്നുള്ളതാണ്. ഇത് രണ്ടുമല്ലാത്ത ഏത് അവസ്ഥയിലും നമസ്കാരം നമുക്ക് നിർബന്ധമാണ്. അത് സാധ്യമാകും വിധത്തിൽ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് സ്വർഗസ്ഥരായ വിശ്വാസികൾ നരകത്തിലുള്ള ആളുകളോട് വിളിച്ചു ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മാ സലക്കക്കും ഫീ സഖർ, എന്തേ ഈ നരകത്തിലേക്ക് നിങ്ങളിങ്ങനെ നയിക്കപ്പെടാനുള്ള കാരണം? നിങ്ങൾ ദുനിയാവിൽ എത്ര നല്ല മനുഷ്യന്മാരായിരുന്നു, നിങ്ങൾ എന്തൊക്കെ നന്മകളാണ് ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത്, എന്തേ എന്നിട്ടും നരകത്തിൽ? ഖാലു ലം നകു മിനൽ മുസല്ലിൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. പല നന്മകളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് കടന്നു വരുമ്പോഴാണ് ശത്രുവിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തേൽക്കുന്നത്. ആ സമയത്തും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ അനുചരന്മാരോടായി പറയുന്ന ഉപദേശം, അസ്വലാത്തു അസ്വല ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്വല. നമസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കണം കേട്ടോ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്വല, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു ഓഹരിയുമില്ല. അവൻ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടേണ്ടതില്ല, അവനൊരു ഓഹരി ഇസ്ലാമിലില്ല. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രതയും ശ്രദ്ധയും നമ്മൾ പുലർത്തണം. അതിന് ആദ്യം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് നമ്മുടെ നിലപാട് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? അവിടെയും ഉണ്ട് ചിലത് പറയാൻ. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ വന്ന് തന്നെ വേണം നമസ്കരിക്കാൻ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 102-ാമത്തെ വചനം, വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാത ഫൽതകും ത്വായിഫത്തും മിൻഹും മഅക വൽയഖുദു അസ്ലിഹതഹും. പ്രവാചകരെ, അങ്ങ് അവരോടൊപ്പമായാൽ, അവർക്ക് വേണ്ടി അവരോടൊപ്പം പ്രവാചകരെ അങ്ങ് നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് അവരിൽ ഒരു വിഭാഗം ആളുകൾ അങ്ങയോടൊപ്പം ജമാഅത്തായി നമസ്കരിച്ചു കൊള്ളട്ടെ. അവർ അവരുടെ ആയുധങ്ങളും കൂടെ കരുതിക്കൊള്ളട്ടെ. ഈ ആയത്ത് എപ്പോഴുള്ളതാണെന്നറിയോ? എവിടുത്തെ നിയമമാണെന്നറിയോ? യുദ്ധത്തിൻ്റെ രംഗത്തുള്ളതാണ്. യുദ്ധത്തിൻ്റെ രംഗത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന ജമാഅത്തായിട്ട് നമസ്കാരം നിർവഹിക്കണം എന്നാണ്. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യുദ്ധത്തിൻ്റെ രംഗത്ത് പോലും ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന് പടച്ച റബ്ബിൻ്റെ കൃത്യമായ കൽപ്പന കിടക്കുകയാണ്. അന്ധനായ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് ഫഹൽ ലീ മിൻ റുഖ്സത്തിൻ അൻ നുസല്ലി ഫീ ബൈതി. പ്രവാചകരെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ, എന്നെ നയിച്ചു കൊണ്ടുവരാൻ സഹായിയായി ഒരാളുമില്ല പ്രവാചകരെ. ഫഹൽ ലീ റുഖ്സ, എനിക്ക് എന്തെങ്കിലും ഇളവുണ്ടോ? എന്തിനാ? നമസ്കാരം ഒഴിവാക്കാനല്ല. ഫഹൽ ലീ മിൻ റുഖ്സത്തിൻ അൻ നുസല്ലി ഫീ ബൈതി, എൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കാനുള്ള എന്തെങ്കിലും ഒരു റുഖ്സ ഉണ്ടോ, ഇളവുണ്ടോ പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ ഫഖാല ലഹു അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, ഹൽ തസ്മഉൽ നിദാ ബിസ്സല, നമസ്കാരത്തിനുള്ള നിദാ നീ കേൾക്കാറുണ്ടോ? വിളി കേൾക്കാറുണ്ടോ? വീട്ടിൽ ബാങ്ക് കേൾക്കാറുണ്ടോ? ഹയ്യാലൽ സലാ ഹയ്യാലൽ ഫലാ എന്ന ആ വിളി ഉണ്ടല്ലോ, നമസ്കാരത്തിലേക്കുള്ള, വിജയത്തിലേക്കുള്ള ആ വിളി നിന്റെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ? ഖാല നഅം, ഉണ്ട് പ്രവാചകരെ. ഖാല ഫഅജിബ്, എന്നാൽ അതിന് ഉത്തരം നൽകുക, അതിനുത്തരം നൽകുക. ആ വിളിച്ചിടത്തേക്ക് ചെല്ല്, അവിടെ ചെന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്ക്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? പള്ളിയുടെ ചുറ്റുവട്ടത്തല്ലേ. നമ്മളിൽ ആരാ ബാങ്ക് കേൾക്കാത്തത്? നമുക്ക് പള്ളിയിലേക്ക് വരാൻ എന്താണ് സൗകര്യക്കുറവുള്ളത്? അള്ളാഹു ആരോഗ്യം തന്ന് അനുഗ്രഹിച്ചില്ലേ?
നിങ്ങൾക്ക് നടന്നു വരാൻ മടിയാണ് എങ്കിൽ വാഹന സൗകര്യം റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് ബോധ്യമാകുമ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ തോന്നുള്ളൂ. ഇതൊക്കെ ഞാൻ നേടിയതാണ്. ഇനി പെട്രോൾ അടിച്ചാൽ എന്നും ഇങ്ങനെ സുബൈക്ക് പോയി വരിക, അസറിന് പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്കിന് ഇതൊക്കെ തീർന്നു പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം മനസ്സിലാകാതെ പോകുന്നത്. ഇനി വേണ്ട, നടന്ന് പള്ളിയിലേക്ക് വരാൻ കഴിയുന്ന ആളുകൾ പോലും നമ്മുടെ പള്ളിയുടെ പരിസരത്ത് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമുക്കതിന് സാധിക്കാത്തത്? യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ജമാഅത്തായി നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ ആയത്തുണ്ടായിരിക്കെ അതിനും അപ്പുറം എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനുചരനായിരുന്ന സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരു അസറിൽ, ഹദീസ് അല്ലാത്ത ഒരു അസറിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. സഈദ് ബിൻ മുസയ്യിബിനെ ഒരിക്കൽ സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിനെയാണ് കണ്ടത്. മാതാവിനോട് ചോദിച്ചു, എന്തേ അദ്ദേഹത്തെ പള്ളിയിലേക്ക് കണ്ടില്ലല്ലോ എന്ന്. എന്തേ പള്ളിയിലേക്ക് അദ്ദേഹത്തെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ മാതാവ് പറഞ്ഞത്, അദ്ദേഹം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിന് ശേഷം, രാത്രി മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഖിയാമുൽ ലൈലായി നിന്ന് നമസ്കരിച്ചതിന് ശേഷം കിടന്നുറങ്ങിപ്പോയതാണ് എന്ന്. എന്തായിരിക്കും? രാത്രി നിന്ന് നമസ്കരിച്ച ക്ഷീണം കൊണ്ട് അദ്ദേഹം കിടന്നുറങ്ങിപ്പോയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, മാതാവിനോട് പറഞ്ഞത്, ലി അൻ അഷ്ഹദ സ്വലാത്ത സുബ്ഹി ഫിൽ ജമാഅത്തി അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ലൈലതൻ. രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമായത് സുബഹിയുടെ ജമാഅത്തിന് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതാണ് എന്ന്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എവിടെയാണ് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉള്ളത് എന്ന്. താബിഈയായ പണ്ഡിതൻ സഈദ് ബിനുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, മാ ഫാത്തനി സ്വലാത്തൽ ജമാഅത്തി മുൻദു 40 സന. 40 വർഷമായി എനിക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. 40 വർഷമായിട്ട് എനിക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് പറയും, എനിക്ക് ഇത്ര നാളായിട്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. എത്ര പറയാൻ കഴിയും? എനിക്ക് ഇന്നലെ ഒരു ജമാഅത്തും നഷ്ടപ്പെട്ടിട്ടില്ല. നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ആ സമയത്താണ് ഒരു താബിഈ പണ്ഡിതൻ പറയുന്നത്, 40 വർഷമായി എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, മൻ യഅ്തഖദ അന്ന സ്വലാത്ത ഫീ ബൈതിഹി അഫ്ളൽ മിൻ സ്വലാത്തിൽ ജമാഅ. ആരെങ്കിലും വിശ്വസിക്കുകയാണ് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഫഹുവ ളാല്ലുൻ, അവൻ വഴിപിഴച്ചവനാണ്. വമുബ്തദി, അവൻ മതത്തിൽ പുത്തൻവാദിയാണ്. അപ്പോൾ നമ്മൾ ആരാണ്? ജമാഅത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരാണ്? ഈ ളാല്ലിലാണോ നമ്മൾ പെടുന്നത്? എങ്കിൽ ഗൗരവത്തിൽ ആലോചിക്കണ്ടേ? ഇതിനും അപ്പുറത്തേക്ക് എന്ത് പ്രയാസമാണ് നമുക്ക് പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുന്നതിനെ തൊട്ട് സൂചിപ്പിക്കാനുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന കാര്യത്തിൽ, അത് ജമാഅത്തായി പള്ളിയിൽ തന്നെ വന്ന് നിർവഹിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ കാര്യമാണ് എന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന അസ്ഖല സ്വലാത്തിൻ അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിഖീങ്ങൾക്ക്, കപടവിശ്വാസികളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരം സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. ഇശാ നമസ്കാരവും സുബ്ഹി നമസ്കാരവുമാണ്.
നമുക്കല്ല, മുനാഫിക്കുകൾക്ക് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. തിരിച്ചു മനസ്സിലാക്കേണ്ടുന്ന ഒന്നെന്താണെന്നറിയോ? നമുക്ക് ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും വലിയ ബുദ്ധിമുട്ടായി പ്രയാസമായി തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ ആരല്ല? മുഅ്മിനല്ല, മുനാഫിക്കായി പോയിട്ടുണ്ട് എന്നൊരു മറുവായന കൂടി ഹദീസിൽ നടത്തുന്നത് നന്നാവും. മുനാഫിക്കുകൾക്ക് അതാണ് ഏറ്റവും പ്രയാസം. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വ. അതിൻ്റെ പ്രാധാന്യമെങ്ങാനും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സുബഹി ജമാഅത്തിൻ്റെ പ്രാധാന്യവും ഇശാ ജമാഅത്തിൻ്റെ പ്രാധാന്യവും എങ്ങാനും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വ, മുട്ടിലിഴഞ്ഞിട്ടാണ് എങ്കിലും അവർ പള്ളിയിലേക്ക് വരുമായിരുന്നു. മുട്ടിലിഴയേണ്ട അങ്ങനത്തെ അവസ്ഥയൊന്നും നമുക്ക് അള്ളാഹു തന്നിട്ടില്ല. മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാമ സുമ്മ ആമുറ റജുലൻ ഫയുസല്ലി ബിന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആഗ്രഹിച്ചു പോയി ജനങ്ങളോട് ആ നമസ്കാരം കൽപ്പിക്കാനും എന്നിട്ട് അത് നിർവഹിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി ഞാൻ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം സുമ്മ അൻതലിക മഈ ബിരിജാലിൻ മഅഹും ഹുസമുൻ മിൻ ഹതബിൻ ഇലാ ഖൗമിൻ ലാ യശ്ഹദൂന സ്വലാ. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചെന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ ഒരു ആഗ്രഹം പറയാണ്, എനിക്ക് തോന്നിപ്പോയി പിന്നെ ഒരു പറ്റം ആളുകളെയും കൂട്ടിയിട്ട് തീപ്പന്തങ്ങൾ ഉണ്ടാക്കി നടന്നു പോകണം എന്ന്. പള്ളിയിൽ ജമാഅത്തിന് ഹാജരാകാത്തവരുടെ വീടുകളിലേക്ക് പന്തവും ഉണ്ടാക്കിയിട്ട് തീപ്പന്തം ഉണ്ടാക്കി നടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഉഹർരിക അലൈഹിം ബുയൂതഹും ബിന്നാർ. അവരെ ഇട്ടിട്ട് ആ വീടങ്ങ് ചുട്ട് ചാമ്പലാക്കി കളഞ്ഞാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. ഇതൊരു നിയമമൊന്നുമല്ല, പള്ളി കമ്മിറ്റിക്കാർ നാളെ മുതൽ നടപ്പിലാക്കേണ്ടുന്ന നിയമമൊന്നുമല്ല ഇസ്ലാമിലതും. നേരെ മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് ഇശാഇനും സുബഹിനും ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത മുസ്ലിമുകളായ, അത് ശ്രദ്ധ പുലർത്താത്ത ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള നീരസവും അമർഷവും വെറുപ്പും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഹദീസാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പള്ളിയും വീടുകളുമായിട്ടുള്ള ദൂരം എത്രയാണ്. പലപ്പോഴും ജോലിയുടെ ക്ഷീണം കൊണ്ടുറങ്ങിപ്പോയി, കുട്ടി പഠിക്കുകയായിരുന്നു രാത്രി മുഴുവൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് നമസ്കാരത്തിൽ നിന്ന് പലരും പിന്തി നിൽക്കാറുള്ളത്, ജമാഅത്തുകളിൽ നിന്ന്. എന്ത് കാരണം പറഞ്ഞാലാണ് നമ്മൾ പള്ളിയിൽ വരാത്തതിന്, ജമാഅത്തായി നമസ്കരിക്കാത്തതിന് അള്ളാഹു ആ കാരണം സ്വീകരിച്ച് നമ്മളെ ശിക്ഷിക്കാതെ വിടുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി റഅസി അഹദികും ഇദാ ഹുവ നായിം സലാസ ഉഖ്ദ. ശൈത്വാൻ ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ തലയുടെ ഭാഗത്ത് പിരടിയെ ചേർത്ത് 3 കെട്ടുകൾ കെട്ടും. യദ്രിബു കുല്ലു ഉഖ്ദത്തിൻ അലൈഹി ലൈലുൻ തവീൽ. ആ നീണ്ട രാത്രി മുഴുവൻ ആ കെട്ടിൽ ആ ബന്ധനസ്ഥൻ അവനായിരിക്കും. ഫർഖുദ്, എന്നിട്ട് അവൻ അങ്ങനെ ശാന്തമായി ആ ഉറക്കത്തിലായിരിക്കും. ഫൈനിസ്തൈഖള ഫദക്കറല്ലാഹ് ഇൻ ഹല്ലത് ഉഖ്ദതൻ. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ഫദക്കറല്ലാഹ്, എന്നിട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലുള്ള പ്രാർത്ഥന അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ ഫൻഹല്ലത്ത് ഉഖ്ദതൻ, ഒരു കെട്ട് അഴിക്കപ്പെടും. ഫഇൻ തവല്ല ഇൻഹല്ലത്ത് ഉഖ്ദതൻ, അവൻ വുളൂ ചെയ്യുകയാണ് എങ്കിൽ 2ാമത്തെ കെട്ടും അഴിക്കപ്പെടും. ഫഇൻ സല്ല ഇൻഹല്ലത്ത് ഉഖ്ദതൻ, അവൻ നമസ്കരിക്കുകയാണ് എങ്കിൽ അവൻ്റെ 3ാമത്തെ കെട്ടും അഴിക്കപ്പെടും. ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ്, അവൻ നല്ല മനസ്സിൻ്റെ ഉടമയായി വളരെ ഉന്മേഷവാനായി ജീവിക്കാൻ അവന് സാധിക്കും. വ ഇല്ല, ഇനി അങ്ങനെയല്ല എങ്കിൽ അസ്ബഹ ഹബീസൻ നഫ്സി കസ്ലാനൻ, മടിയനായി ഒരു മോശം നഫ്സിൻ്റെ മനസ്സിൻ്റെ ഉടമയായി അവനങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സുബഹിയുടെ നമസ്കാരത്തിൻ്റെ സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത് പിശാച്. ആ പിശാചിൻ്റെ കെട്ട് പൊട്ടിച്ചു വരാൻ ആ ഉറക്കം എന്ന് പറയുന്ന ആ ശഹ്വത്തുണ്ടല്ലോ, ദുനിയാവിനോടുള്ള ആ കൊതി ഉണ്ടല്ലോ,
അതൊന്ന് പൊട്ടിച്ചു വരാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് എന്ന കൃത്യമായ ബോധ്യം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകണം. എന്നാൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ, നിങ്ങളിലേക്ക് ഊഴം വെച്ച് മലക്കുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. അവർ രാത്രിയിലും പകലിലും നിങ്ങളുടെ അടുക്കലേക്ക് വരും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ സ്വലാത്തിൽ ഫജ്ർ, എന്നിട്ട് ഫജ്ർ നമസ്കാരത്തിൻ്റെയും അസർ നമസ്കാരത്തിൻ്റെയും സമയങ്ങളിൽ ഈ മലക്കുകൾ ഒരുമിച്ച് കൂടും. സുമ്മ യഅ്റുജുൽ ലദീന ബാതു ഫീകും, നിങ്ങളോടൊപ്പം രാത്രിയിൽ വസിച്ച, നിങ്ങളോടൊപ്പം രാത്രിയിൽ ഉണ്ടായിരുന്ന മലക്കുകൾ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് ഫയസ്അലുഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കും, വഹുവ അഅലമു ബിഹിം, ആ കിടന്നുറങ്ങുന്നവനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ചോദിക്കപ്പെടാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനായിരിക്കെ തന്നെ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നീ എങ്ങനെയാണ് വിട്ടേച്ചു വന്നത്? നീ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എൻ്റെ അടിമകൾ എങ്ങനെയായിരുന്നു? ഫയഖൂലൂൻ, അവർ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, അള്ളാഹുവെ ഞങ്ങൾ വരുമ്പോൾ അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ വരുമ്പോൾ അവൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവൻ്റെ അടുക്കലേക്ക് ചെന്ന സമയത്തും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം പറയും മലക്കുകൾ എന്നാണ്. ആരെക്കുറിച്ചാണ്? നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ കുറിച്ചാണ്. നമ്മളെക്കുറിച്ച് പടച്ചറബ് എന്തായിരിക്കും പറയാം? പടച്ചോനെ, ഞാൻ ചെല്ലുമ്പോഴും അവൻ ഉറങ്ങുമായിരുന്നു, പോരുമ്പോഴും ഉറങ്ങു തന്നെയാണ്. അല്ലെങ്കിൽ ചെല്ലുമ്പോൾ അവൻ്റെ കച്ചവടത്തിൻ്റെ തിരക്കുകളിലായിരുന്നു, ദുനിയാവ് നേടിയെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു, അപ്പോഴും പള്ളി അടുത്തുണ്ട്, വിളി കേൾക്കുന്നുണ്ട്, ആരോഗ്യമുണ്ട്, ബുദ്ധി മറന്നിട്ടൊന്നുമില്ല, എങ്കിലും അവൻ പള്ളിയിലേക്ക് പോയിട്ടില്ല. റബ്ബേ, ഇങ്ങനെ നമുക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ മലക്കുകൾ സാക്ഷ്യം പറയാം അള്ളാഹുവിൻ്റെ അടുക്കൽ? സഹോദരന്മാരെ, എതിരായിട്ടാണ് അഭിപ്രായം പറയുന്നത് എങ്കിൽ, സാക്ഷ്യം പറയുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ എന്ത് സംരക്ഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എന്ത് ലഭിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് ഒഴിവ് കഴിവാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പറയാൻ സാധിക്കും, അള്ളാഹു സ്വീകരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത്? അങ്ങനെ ഒന്നില്ല എങ്കിൽ സഹോദരന്മാരെ, കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. പള്ളിയിലേക്ക് വരണം. ജമാഅത്ത് നമസ്കാരത്തിന് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊരു പ്രാധാന്യം നൽകുന്ന, അത് ജീവിതത്തിൻ്റെ ഒരു ആദത്തായി, ഒരു പതിവായി കൊണ്ടു നടക്കാൻ കഴിയുന്ന, അതിനോടൊരു ഇഷ്ടം വെച്ച് പുലർത്താൻ കഴിയുന്ന, അത് നഷ്ടപ്പെടുമ്പോൾ, ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത ഒരു വേദന മനസ്സിന് തോന്നും വിധത്തിൽ ഈമാനിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും സൂചിപ്പിച്ചത് ഇൻഷാ അള്ളാഹ് വരുന്ന കുറച്ച് ദിവസങ്ങളിലെ ഖുത്ബകളിൽ ഉദ്ദേശിക്കുന്നത് നമസ്കാരം എങ്ങനെയാകണം, അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് വിശദമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ് കരസ്ഥമാക്കുവാനും ആ ഇൽമിനനുസരിച്ച് ജീവിക്കുവാനും അത് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്നതിലേക്ക് ഉപകാരപ്പെടുത്തുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്ത് നമസ്കാരങ്ങളോട് താല്പര്യമുള്ള മനസ്സിൻ്റെ ഉടമകളായ മുസ്ലിമുകളാക്കി നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കത്തിൽ ഹയ്യാല സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ, അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ആ ഉറക്കം ഉപേക്ഷിച്ച് ഏറ്റവും ഉത്തമമായ നമസ്കാരത്തിലേക്ക് വരുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.